ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഡോറ ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് 2 ദിവസത്തെ വീഡിയോ കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ ഞാൻ പറയാം ഒന്നുമില്ല പ്രത്യേകിച്ച്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, അതുപോലെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മളെടുത്ത വീഡിയോസ് ആയിരുന്നു. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ വീഡിയോസ് എടുക്കാനൊന്നും പറ്റുന്നില്ല. പഴയ വീഡിയോസാണ് ഞങ്ങൾ കൂടുതൽ ഇടുന്നതും നിങ്ങൾ കൂടുതലും കാണുന്നതും. അപ്പോൾ നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളിന് ശേഷം ഞങ്ങളാണെങ്കിൽ ഇന്ന് ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് പലചരക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് നമ്മൾ എന്താ പറയുക, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല, ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പലചരക്ക് സാധനങ്ങൾ കുറച്ച് തീർന്നൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് മേടിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി പോകും. കാരണം ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ഡോറയ്ക്കും ആണെങ്കിൽ ഈ സാധനങ്ങൾ എപ്പോഴും അടുത്തുണ്ടെങ്കിലേ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം ഒരു മാസത്തേക്കുള്ള ഒന്നിച്ച് മേടിക്കും. പിന്നെ നമ്മൾ ഇന്നാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഡോറയുടെ ചെക്കപ്പാണ്. അപ്പം ബ്ലഡ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. ഇച്ചിരി വേണ്ടിയും ബ്ലഡൊന്നും എടുത്താൽ പറ്റില്ല, കാരണം ഡോറയ്ക്ക് കുറേ ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. അപ്പം കുറച്ചധികം ബ്ലഡ് തന്നെ എടുക്കേണ്ടി വരും. പിന്നെ നമ്മളിപ്പോൾ പോയിരിക്കുന്ന മെഡിസിറ്റിയിലല്ല കേട്ടോ, മെഡിസിറ്റിക്ക് അടുത്തായിട്ട് തന്നെയുള്ള ഒരു റൊമറ്റോയിഡ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ് നമ്മളിന്ന് പോയത്. ആ ഹോസ്പിറ്റലിൻ്റെ പേര് തന്നെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഡോക്ടർ, നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടർ അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ അവിടെ പോയി ഡോക്ടറെ ഒന്ന് മീറ്റ് ചെയ്തതാണ്. കാരണം വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുറേ ലേറ്റ് ആവുന്നത് നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് ഇവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വരാമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ പോയി കണ്ടു, ഡോക്ടറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നേരത്തെ ബ്ലഡ് ടെസ്റ്റും ഇപ്പോൾ ചെയ്ത ബ്ലഡ് ടെസ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ESRും ബ്ലഡിലുള്ള ഇൻഫ്ലമേഷനും ഇതുവരെയും കുറഞ്ഞിട്ടില്ല. അതുകൂടെ കുറഞ്ഞാൽ മാത്രമേ ഡോറയുടെ അസുഖം മാറത്തുള്ളൂ. അവിടെ ഞാനാണെങ്കിൽ ഗുളിക മേടിക്കാനും പൈസ അടയ്ക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ESR ഇപ്പോഴും കുറച്ച് ഹൈ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലഡിലുള്ള ഇൻഫ്ലമേഷനും കുറച്ച് കൂടുതൽ തന്നെയാണ്. ഞങ്ങൾ ഗുളികയെല്ലാം മേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോവാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അപ്പം അവരാണെങ്കിൽ ഗുളിക മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഗുളിക മേടിച്ചു, നേരെ വീട്ടിലേക്ക് വിട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയറ് വിഷമം. അന്നേരം പിന്നെ വിചാരിച്ച് എന്നാൽ കയറി എന്തെങ്കിലും കഴിക്കാൻ. അങ്ങനെ ഡോറയാണെങ്കിൽ ഫ്രൈഡ് റൈസും ഞാനൊരു ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.